ഇന്നുണ്ടല്ലോ മുട്ട വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ്. എളുപ്പം എന്ന് പറയാനൊന്നും പറ്റില്ല, എന്നാലും ഒത്തിരി എളുപ്പമാണ്. നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 5 മുട്ട കഴുകിയെടുത്തിട്ട് പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പുഴുങ്ങാൻ വെക്കുകയാണെങ്കിൽ മുട്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ തോട് പൊളിക്കുന്ന സമയത്ത് ഉടഞ്ഞു കിട്ടാതെ നമുക്ക് പൊളിച്ചെടുക്കാനും പറ്റും. 1.5 കപ്പ് മൈദയാണ് ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാവ് ആദ്യം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സാധാരണ പച്ചവെള്ളത്തിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മാവൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല ആ ഒരു പാകത്തിന്. മാവ് ഇതാ നല്ല സോഫ്റ്റായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം. മസാല ഫില്ലിങ്ങിനുള്ള റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ടൈം വരെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നതിന് ശേഷം ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതും 3-4 പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം. ഈ ഒരു സവാള നന്നായിട്ട് കുഴഞ്ഞ ആ രൂപത്തിലാവണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ശേഷം ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം അങ്ങനെയാകുമ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വെന്തൊരു കുഴഞ്ഞ പാകത്തിനാവും. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മൈദാമാവ് എടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് എടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ പരത്തി എടുക്കുന്നില്ല, കുറച്ച് മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ. അത്യാവശ്യത്തിന് എടുത്തിട്ടുള്ള ബാക്കി ബോൾസ് നമുക്ക് മൂടി വെക്കാം, ഇല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് പിന്നീട് നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. കുറച്ച് മൈദ ഒരു പലകയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ഷീറ്റാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കട്ടിയില്ലാണ്ട് പരത്തിയെടുക്കാം കേട്ടോ. എന്നാൽ ഒരുപാട് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുകയും ചെയ്യരുത്, അങ്ങനെയാകുമ്പോൾ അത് പൊട്ടിപ്പോവും. ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഷീറ്റിൽ നമ്മൾ 3 ഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ സവാള ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. മേളിലായിട്ട് നമ്മൾ മുട്ടയുടെ പീസസും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ ഷീറ്റൊന്നും കൂടി നമ്മൾ ഇതിൻ്റെ മേളിലേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് നന്നായിട്ട് അവിടെ ഒട്ടിക്കിട്ടുകയും ചെയ്യും. പിന്നീട് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. മൈദാ മാവായത് കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വേഗം തന്നെ കരിഞ്ഞു പോകും. പുറം ഭാഗം ഉള്ളിൽ വെന്ത് കിട്ടൂല. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് 2 ഭാഗം നന്നായിട്ട് വെന്തിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. രണ്ട് വശം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് ഇതാ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളിയായിട്ട് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ചതുരത്തിലും പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രം ഞാനിതാ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ട സ്നാക്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാൻ ഈ ഒരു ഷേപ്പിലും പരത്തി എടുത്തിട്ട് പിന്നീട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം.